أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. ലോകർക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെതായ ദീപമായി, സന്മാർഗത്തിന്റെ കേന്ദ്രമായി, കാലാകാലം അല്ലാഹുവിനെ ആരാധിക്കാനുള്ളതായ മഹോന്നതമാകുന്ന കേന്ദ്രമായി അല്ലാഹു ആദ്യമായി ഭൂമുഖത്ത് പടച്ചത് പവിത്രമായ കഅബയാണ്. ആദ്യത്തെ പള്ളിയാണ്. മഹാനാകുന്ന ആദം നബി അലൈഹിസ്സലാമാണ് മനുഷ്യരിൽ നിന്ന് ആദ്യമായി അതിന്റെ പണിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്. ഒന്നാമതായി നിലകൊണ്ടത് മലായികത്തുകൾ, ശേഷം ആദം നബി അലൈഹിസ്സലാം, പിന്നീട് ശീസ് നബി അലൈഹിസ്സലാം, അതിനുശേഷം നോഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ജലപ്രളയത്തിൽ പരിപൂർണമായി നാമാവശേഷമായി കഅബ. ആ കഅബയുടെ ഫൗണ്ടേഷൻ കണ്ടെടുത്ത് അത് പുനരുദ്ധരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. അദ്ദേഹം തന്റെ മകനാകുന്ന ഇസ്മായിൽ നബിയും ചേർത്ത് ഒരുമിച്ച് പണിതതാകുന്ന ശ്രേഷ്ഠമായ കഅബ ഇന്നും നിലനിൽക്കുകയാണ്. പിന്നീട് ആ കഅബ തകർന്നിട്ടില്ല. നോഹ് നബി അലൈഹിസ്സലാമിന്റെ ജലപ്രളയത്തിലാണ് അതിന് തകർച്ചയുണ്ടായത്. ശേഷം അത് പുനരുദ്ധരിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്ഥാനമായും ഇബ്രാഹിം നബി പണിതതാകുന്ന കഅബയെ വലിയ ശ്രേഷ്ഠവൽക്കരിച്ചുകൊണ്ടും ചരിത്രത്തിൽ ഇടംപ്രദമായി അറിയപ്പെടാനുള്ള കാരണം അതാണ്. യഥാർത്ഥത്തിൽ അതിനു മുമ്പും പലരും അതിന്മേൽ കൈവച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷവും ധാരാളം ആളുകൾ കഅബ പണിതിട്ടുണ്ട്, അതിന്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. കഅബയും പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. കഅബയും പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം ശീസ് ഇബ്രാഹിമുമ അമാലികും ജുർബും ഖുസയ്യ് ഖുറൈശുമാ അബ്ദുല്ല ഹജ്ജാജും മുറാദു സുമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. കിതാബുകളിൽ ഇമാമികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് 12ഓളം ആളുകൾ കഅബ പണിതിട്ടുണ്ട് എന്നാണ്. ആ കിതാബ് എടുത്തതിന് ശേഷം പിന്നീട് ഒരാൾ കൂടി കഅബയുടെ മേൽ കൈവച്ചു. അതാരാണ്? ഫഹദ് രാജാവ്. അതാണ് അവസാനമായി ഫഹദാണ് ആല് സഊദിയും എന്ന് പറയുന്നത്. അപ്പൊ 13 ആളുകൾ ഇതുവരെ കഅബയുടേതാകുന്ന പുനരുദ്ധാരണത്തിനും അതിന്റെ കേടുപാടുകൾ തീർക്കുന്നതിന് വേണ്ടി ഇതുവരെ നിലനിന്നിട്ടുണ്ട്. ആ പറയപ്പെട്ടതാകുന്ന ആളുകളുടെ പേരുകൾ, അവരുടെ രാജാക്കന്മാരുടെ പേരുകൾ, അവരുടെ ഗോത്രത്തിന്റെ പേരുകളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുമായിക്കൊണ്ട് ഈ വിശുദ്ധമാക്കപ്പെട്ട കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനരുദ്ധരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയുന്നു, നീ കഅബയുടെ പരിസരത്ത് നിന്നുകൊണ്ട് ആളുകളെ ഇവിടേക്ക് ക്ഷണിക്കണം. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി നിർബന്ധമായ കർമ്മമായി കൊണ്ട് ജനങ്ങളെ ക്ഷണിക്കണം. വഅദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യതൂക റിജാലാ വഅലാ കുല്ലി ളാമിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഒരു മനുഷ്യവാസമില്ലാത്ത തീർത്തും മരുഭൂമിയാകുന്ന പ്രദേശമാണല്ലോ ഇത്. ആൾതാമസമില്ല, ജനങ്ങളില്ല, വാസയോഗ്യമല്ല. ഈ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ആരാണ് വരിക? ഇവിടെ വിളിച്ചാൽ ആരാണ് ഉത്തരം ചെയ്യുക? ഒരാളും കേൾക്കാനില്ല, ഒരാളും അറിയുകയുമില്ല. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന സംഭവമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിമേ, നീ വിളിക്കുക, ആളുകളെ കേൾപ്പിക്കേണ്ട ചുമതല എന്റെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബൂ ഖുബൈസ് മലയുടെ
ഉംറയും അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പവിത്രമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഈ പുണ്യമാക്കപ്പെട്ട കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കണേ, കരുതണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറയുകയാണ്, ജനങ്ങൾ അവരുടെ ഉമ്മയുടെ മുതുകിൽ നിലകൊള്ളുന്നതായ കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ വല്യപ്പമാരുടെ മുതുകിൽ നിന്നുകൊണ്ട് ആളുകൾ അത് കേൾക്കുകയാണ്. ബീജത്തുള്ളികളായി നിലകൊള്ളുന്ന കാലഘട്ടം. ആ സമയത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി നമ്മൾ കേട്ടുവത്രേ. ആ കേട്ടതാകുന്ന ആളുകൾ മുഴുവനും പരിശുദ്ധമായ കഅബയിൽ എത്തിപ്പെടുമേ, വിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആർക്കൊക്കെയെന്ന് ആ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ, കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ, അവരൊക്കെ പവിത്രമായ മണ്ണിൽ എത്തിച്ചേരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലിയൊരു തൗഫീഖാണ്. അല്ലാഹു നമ്മളെ എത്തിച്ചേരാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അത് സാധിക്കില്ല. പണമുള്ളത് കൊണ്ട് കാര്യമില്ല, സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. വഴിയാലും മുതലാലും എല്ലാ നിലയ്ക്കും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളുണ്ട്. ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ടു. ഇന്ന് നമ്മുടെ കേരളക്കരയിലുള്ള ആളുകളുടെ അവസ്ഥ എന്താ? 50 കഴിയട്ടെ, 60 കഴിയട്ടെ, കുറച്ചുകൂടെ പ്രായമെത്തട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിനെ പിടിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ അധികവും. ഹജ്ജും ഉംറയും അതവർക്ക് സമയമെത്തിയാൽ ചെയ്യണം. ഹജ്ജ് വേറെ, ഉംറ വേറെ. മനസ്സിലാക്കണം. ഒരാൾക്ക് ഉംറയ്ക്ക് സാമ്പത്തിക ശേഷി എത്തിച്ചു, എന്നാൽ അയാളുടെ മേൽ ആദ്യം നിർബന്ധമാകുന്നത് ഉംറയാണ്. ശരിക്കും മനസ്സിലാക്കണം. മിക്ക ആളുകളും ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഉംറ അങ്ങനെയാണെങ്കിൽ നിർബന്ധമായി വരും. ഹജ്ജ് നിർബന്ധമാക്കുന്നത് ഹജ്ജിനുള്ള സാമ്പത്തിക ശേഷി എത്തിക്കുമ്പോഴാണ്. അപ്പൊ ഹജ്ജിനുള്ള സാമ്പത്തിക ശേഷി എത്തിച്ചു, ശാരീരികമാകുന്ന പ്രയാസങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പവുമില്ല, പോകലൊക്കെ സൗകര്യമാണ്, വഴിയാനും സൗകര്യമുണ്ട് എങ്കിൽ നിർബന്ധമായി മുസ്ലിമായ സ്വതന്ത്രനാകുന്ന വ്യക്തി അവൻ പവിത്രമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി പരിശുദ്ധ കഅബാലയത്തിലെത്തൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള ആളുകൾ ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഗവൺമെന്റ് തലത്തിൽ തന്നെ 4 ലക്ഷം ചെലവഴിച്ച് പോകാൻ സാധിക്കാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? പ്രൈവറ്റ് ആയിട്ട് 6, 6 അല്ലെങ്കിൽ 7 ഒക്കെ അടുത്ത് വെച്ച് നല്ല പാക്കേജിൽ ഇവിടെ ജീവിക്കുന്നത് പോലെ മനോഹരമാകുന്ന പാക്കേജിൽ പോകാൻ സാധിക്കാത്ത എത്രയോ ആളുകളുണ്ട്, സാധിക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. എന്തുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുന്നില്ല? 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ എല്ലാ ചെലവും കഴിച്ച് റാഹത്തായിട്ട് പവിത്രമായ ഉംറ ചെയ്തു വരാം. എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ ഉംറയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് വരണം? എല്ലാം പിന്നെ ആകട്ടെ. മകളുടെ വിവാഹമാകട്ടെ, മകളുടെ വിവാഹം കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൾക്ക് കുഞ്ഞാവട്ടെ, ആ കുഞ്ഞാവുമ്പോ ആ കുഞ്ഞിന്റെ 40 ആവട്ടെ. ഇങ്ങനെ ഓരോ ദിവസവും അതിന്റെ ചടങ്ങുകൾ, പിന്നെ ആ കുട്ടിയെ കെട്ടിക്കുന്ന ചുമതല എല്ലാം കൂടി തലയിലെടുത്ത് വെച്ച് വാപ്പയും ഉമ്മയും എല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മരണം നമുക്ക് മുന്നിലുണ്ടാവും. അവസാനം അവിടെയാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ലോകരോട് പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾക്ക് എല്ലാ നിലയ്ക്കുമുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ഹജ്ജിന് വേണ്ടി പോകാനുള്ള അവസരമുണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്, അതിനുള്ള ശാരീരികമാകുന്ന കഴിവുമുണ്ട്, സാമ്പത്തികമായ ശേഷിയുണ്ട്. സ്വന്തം കുടുംബത്തിന്റെയും അവനുമായി ബന്ധപ്പെട്ടവരുടെയും ചെലവുകൾ മുഴുവനും കൊടുത്തിട്ട് പോയി വരുന്നത് തിരിച്ചു വരെയുള്ള എല്ലാ കാര്യങ്ങളും നൽകുവാനുള്ള എല്ലാ എബിലിറ്റിയുമുണ്ട്, കഴിവുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. എന്നിട്ടും അവൻ ഹജ്ജിന് വേണ്ടി പോയില്ലെന്ന് മാത്രമല്ല, അതിനുവേണ്ടി നീയത്തോലും വെക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവൻ മുസ്ലിമായി ജീവിക്കുന്നതിൽ അർത്ഥമില്ലായെന്ന് നബിയോനാ റസൂലുള്ളാഹി. അപ്പൊ
ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകാനുള്ള ശേഷി ഉണ്ടായിട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാത്തവൻ കാഫിറായി മരിക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്. ആ ഒറ്റവാക്കിൽ പറഞ്ഞതിന് അർത്ഥം യഹൂദിയ നസ്രാനിയാവുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കാഫിറായി മരിച്ചോട്ടെ, വല്ല ജൂതനായിട്ടോ നസ്രാനിയായിട്ട് മരിക്കട്ടെ, വെറുതെ മുസ്ലിം നാമധാരിയായി പേര് കൊണ്ട് മുസ്ലിമായി ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും ഒക്കെ പേര് വെച്ചുകൊണ്ട് എന്ത് കാര്യം? അള്ളാഹുവിന്റെ പള്ളിയെ രക്ഷപ്പെടുത്തുന്നില്ലായെങ്കിൽ എല്ലാ നിലയ്ക്കും കഴിവുണ്ടായിട്ടും അതിനുവേണ്ടി അവൻ തയ്യാറല്ലായെങ്കിൽ ഹന്നി വന്നി പൊയ്ക്കോട്ടെ, ഈ നീരിൽ നിന്ന് തന്നെ മാറട്ടെ. വളരെ കണിശമായി പറയുകയാണ്, അങ്ങനെ ജീവിക്കുന്നവർ യഥാർത്ഥ മുസ്ലിം അല്ല എന്നർത്ഥം. അല്ലാഹു കാക്കുമാറാണ്. അതിന്റെ മഫ്ഹൂമ മുഖാലഫയല്ല, അതിന്റെ ഉള്ളർത്ഥം അതാണ്. പറഞ്ഞു വെക്കുന്നതാണ്, എല്ലാ നിലയ്ക്കും കഴിവുണ്ടായിട്ടും സമ്പത്ത് മാത്രം എങ്ങനെയും കുടിച്ചു കൂട്ടിയോ പൈസ ചെലവഴിക്കട്ടെ, മറ്റുള്ള അമല് പോലെ അല്ലല്ലോ. നിസ്കരിക്കാൻ പള്ളി പോയാൽ മതി, പള്ളി നല്ല റാഹത്തായിട്ട് അഡ്മിറ്റേഷൻ ചെയ്തു വെച്ചിരിക്കാൻ, ഒതുവെടുക്കാൻ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വാഷ്റൂമുണ്ട്, നേരെ പോയി വാഷ്റൂമിൽ പോയി നല്ലതുപോലെ ഒതുവ് ചെയ്ത് റെഡിയായി നിസ്കരിച്ചാൽ മതി, ആർക്കും ഒരു പ്രശ്നമില്ല. സമ്പത്തൊന്നും ചെലവഴിക്കണ്ട, ബക്കറ്റ് ഫ്രണ്ടി വന്നപ്പോൾ നോക്കി വിട്ടേക്ക്, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. വല്ല പ്രശ്നമുണ്ടോ? 50 രൂപ ആചാര്യയുടെ അതുകൊണ്ട് മറ്റേത് പൈസ മുടക്കണം, കാശ് പോകുന്ന കേസാണ്. അവിടെ സെപ്പറേറ്റ് പള്ളി പറ്റിയ ബക്കറ്റ് വീഴുമ്പോഴെങ്കിലും ഇവിടുന്ന് വിസ റെഡിയാക്കി കാശ് റെഡിയാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അതിന്റെ ചെലവുകളും അക്കോമഡേഷനും എല്ലാം കൂടി നോക്കുമ്പോ 50 രൂപ 75,000 രൂപ എന്തായാലും ഉംറയ്ക്ക് പോകും. അച്ഛനാണെങ്കിൽ 4 ലക്ഷം രൂപ എന്തായാലും പോകും. ഇത്രയും പൈസ മുടക്കിയിട്ട് പോകാന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അതൊരു ഈമാനാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ബിസിനസിന്റെ പലിശയുടെ പണം കിട്ടിയിട്ട് പോകാം എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ തെറ്റുപറ്റി. ഹറാമാകുന്ന നയാ പൈസയുമായിട്ട് വിശുദ്ധമായ ഉംറയ്ക്കോ ഹജ്ജിനോ പോകരുത് എന്നല്ല, അങ്ങനെയുള്ള പലിശയുടെ പണം പരിശുദ്ധ ഇസ്ലാം ശക്തമായി എതിർക്കുന്നു. ഒരു വിഷയത്തിൽ കൊണ്ടുവരാൻ പാടില്ല. ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതായ സഹോദരങ്ങളില്ലയോ, അവർ ഹലാലായ പൈസയുമായിട്ടാണ് വീട്ടിൽ നിറങ്ങുന്നത് എങ്കിൽ, അതിനുവേണ്ടി ചെലവഴിച്ചതാകുന്ന ധനം ഹലാലാണ് എങ്കിൽ, നീ വീട്ടിൽ നിന്ന് ഇടത് കാല് വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ആകാശലോകത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുകയാണ്, ലബ്ബൈക വസഅദൈക زادك حلال ومطعمك حلال ومشربك حلال حجك مقبول. നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹലാലായ സമ്പാദ്യം ചെലവഴിച്ചുകൊണ്ട് ഇറങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയാണ്. നീ ഇതിനു വേണ്ടി ഒരുക്കു മുതലാക്കി കൊണ്ടുവച്ചിട്ടുള്ള സമ്പാദ്യം മുഴുവനും ഹലാലാണ്, ഹലാലാണ്. നീ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ള മുഴുവൻ ധനവും മുഴുവൻ സമ്പാദ്യവും ഹലാലാണ്, ഹലാലാണ്. നിന്റെ ഭക്ഷണം, നിന്റെ കുടിനീര്, നിന്റെ വസ്ത്രം എല്ലാം ഹലാലായതുകൊണ്ട് തന്നെ നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മലക്ക് പറയുമേ എന്ന് നബിയോട് റസൂലുള്ളാഹി. യാ ഹജ്ജ് ചെയ്തോ? കഅബ കണ്ടോ? കഅബ എടുത്തോണ്ട് പോയിട്ട് പോലുമില്ല. വീട്ടിൽ നിന്ന് കാറിൽ കയറിയിട്ട് പോലുമില്ല. വീട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മലക്ക് പറഞ്ഞു, ആചാര്യ ആചാര്യായിട്ടുണ്ട്, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. കാരണം പലിശയുടെ പൈസയല്ല, സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയായിട്ട് പെണ്ണുങ്ങളെ ഉറയ്ക്കാറില്ല. ആരോട് ചോദിച്ചിട്ടാണ്? ഇന്നിപ്പോ മസ്കരകളൊന്നും ഒരേമാക്കളോ പണ്ഡിതന്മാരോട് ചോദിക്കുന്നില്ലല്ലോ. എല്ലാവരും എനിക്ക് അറിയാമെന്ന്, ഞാൻ വലിയ തികഞ്ഞവനാണെന്നുള്ള ധാരണയിൽ സ്വമേധയാ കാട്ടിക്കൂട്ടുന്ന പ്രവണതകളാണ്. എങ്ങനെയെങ്കിലും മക്കയിൽ എത്തിച്ചേരണമെന്ന നീയത്തിന്മേൽ ചെയ്യുന്നവരെ ആ സ്വർണം കൊണ്ടുപോയി വിൽക്കി പ്രശ്നമില്ല. കാരണം ഇപ്പൊ നല്ല കാശ് കിട്ടുന്ന സമയമാണ്. ആരും വിൽക്കുന്നുമില്ല, ചോക്കിയിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ അടുത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ അതിനായിരിക്കും. അടുത്ത വിഷയം വരാൻ പോകുന്നത് അല്ലാഹു കാക്കുമാറാവണം. ഇപ്പൊ എല്ലാവരും വാങ്ങി കൂട്ടുകയാണ്, കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ. അതിന്റെ പൈസ വല്ലോണ്ടോ? പള്ളിക്കോട് ഇന്നത്തെ അവസ്ഥ. അപ്പുറത്തെ കടയിൽ പോയിട്ട് സ്വർണം വാങ്ങി പോക്കറ്റിലുള്ള അജിയന് പോവാ. ഇഷ്ടംപോലെ കാശുണ്ട്. കുറെ പേര് ഒരു ജ്വല്ലറിക്കകത്തോട് നിക്ഷേപിച്ചിട്ട് അവസാനം ഇപ്പൊ അനക്കമില്ല. ഏതാ ജ്വല്ലറിന് പുറത്തു പോയല്ലോ. അല്ലാഹു കാക്കണം.
പടച്ചോണ്ട് 99 പേരുമായിട്ട് ഇറങ്ങി വെച്ചതാകുന്ന ജ്വല്ലറിക്കകത്ത് കൊണ്ടുവന്ന് കവും 5 പൈസ ഇല്ലാന്ന് പറഞ്ഞ ടീമുകളെല്ലാം കൊണ്ടുവന്ന് നിക്ഷേപിച്ച് 10 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം സക്കാത്ത് പോലും കൊടുക്കാത്ത കവുമാണ്. അവസാനം ഇപ്പൊ അനക്കയില്ല, എല്ലാം തീർന്നിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. എവിടെയാണ് നമ്മുടെ തലമുറ എത്തിച്ചേരുന്നത്? എത്ര ആളുകൾ അതിൽ പെട്ടുപോയി, എത്ര ആളുകൾ അതിൽ വഞ്ചിതരായി പോയി. സമ്പത്ത് ദീനിനു വേണ്ടി ചെലവഴിക്കാനില്ല എന്ന് പറയുന്ന ആളുകൾ പോലും പരിശുദ്ധമാക്കപ്പെട്ട ദീനിനു വേണ്ടി കൊടുക്കാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ ചെലവഴിക്കാം, ലക്ഷങ്ങൾ ചെലവഴിക്കാം. ദീനിനു വേണ്ടി ചെലവഴിച്ചു പോകാനുള്ളതാകുന്ന മനസ്ഥിതി നമുക്ക് വേണം. നിങ്ങളുടെ സ്വന്തം ശരീരം മെനക്കെടുത്തി പവിത്രമായ മക്കയിലേക്ക് യാത്ര ചെയ്ത് ഞാൻ എന്റെ വീട് വിട്ട് എങ്ങും പോകില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ എന്റെ കുടുംബക്കാരെടുക്ക പോകില്ല, ബന്ധുക്കളെടുക്ക പോകില്ല, നാട്ടുകാരുമായിട്ട് ബന്ധമില്ല, സ്വന്തം വീട്ടിൽ അടയിരിക്കുന്ന ആളുകൾ. അവരോട് ഖുർആൻ പറയുന്നു, നിന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും